പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. കാരണം ഉദയ പിക്ചേഴ്സ് എന്ന ബാനർ 79 വർഷമാകുന്നു ഏകദേശം ഈ 2025 വന്ന് നിൽക്കുമ്പോൾ. ഞാനുൾപ്പെടെ എൻ്റെ മൂന്നാമത്തെ തലമുറയാണ് സിനിമയിൽ ഉദയ കുടുംബത്തിൽ നിന്നും വരുന്നത്. 97 സിനിമ അഭിനയം തുടങ്ങുമ്പോൾ ഒരിക്കലും വിചാരിച്ചതല്ല ഈ യാത്ര ഇവിടെ വന്ന് നിൽക്കും, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം പോകും എന്നുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചു വന്നതല്ല. പക്ഷെ പിന്നീട് ഒരുപാട് പേരുടെ, ഞാനല്ലാത്ത എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തിലുള്ളവരുടെയും എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നവരുടെയും ആഗ്രഹത്തിൻ്റെ പരിണതഫലമായിട്ട് ഞാൻ സിനിമയിൽ തുടരുകയും ഇടക്കാലത്ത് മാറിപ്പോവുകയും തിരിച്ച് വീണ്ടും വരികയും ചെയ്യുമ്പോൾ അവരുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആഗ്രഹങ്ങളുടെയും ഒരു യാത്രയായിട്ടാണ് എൻ്റെ സിനിമാ യാത്ര എനിക്ക് തോന്നിയിട്ടുള്ളത്. പലരും പറയുന്നവരൊരു ചോക്ലേറ്റ് ഇമേജ് അല്ലെങ്കിൽ ചോക്ലേറ്റ് നായകൻ എന്നുള്ളൊരു ഇമേജിൽ നിൽക്കുമ്പോഴും പലരും പറയുന്ന ആ ഇമേജിൽ തളയ്ക്കപ്പെടുക എന്ന് പറയുമ്പോഴും അതൊരു സ്നേഹത്തിൻ്റെ തളയ്ക്കപ്പെടലായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതൊരു വ്യക്തി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും ഞാൻ സ്നേഹപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറം സിനിമയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് ആ ഇമേജിനപ്പുറമുള്ള സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും യാത്ര ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ജനിക്കുന്നതും അതിൻ്റെ തുടർച്ചയായിട്ട് സിനിമകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്ക് വേണ്ടി പലരോടും പോയി ചോദിക്കുകയും അവസരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അവരെ നിർബന്ധിക്കുകയും ചെയ്തിട്ടുള്ളൂ. ആ കൂട്ടത്തിൽ എന്നെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ എന്നിലൊരു നടനുണ്ട്, അല്ലെങ്കിൽ നടനുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. സംവിധായകരുണ്ട്, തിരക്കഥാകൃത്തുകളുണ്ട്, ഛായാഗ്രാഹകരുണ്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, എൻ്റെ കൂടെ അഭിനയിച്ചവരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു സഹകരണവും ഒരു സ്നേഹവും ഒരു പ്രോത്സാഹനവും ഒരു പിന്തുണയും ഉള്ളതുകൊണ്ടാണ് തിരിച്ച് വീണ്ടും വരികയും പതിയെ ആണെങ്കിലും ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴും അത് മുന്നോട്ടുള്ള ചുവടുകളായി മാറുകയും അല്ലെങ്കിൽ ഇടറി വീഴുമ്പോൾ അതെന്നെ പിന്താങ്ങുവാനായിട്ട് അല്ലെങ്കിൽ ആ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി തരുവാനായിട്ട് ഒരുപാട് ആൾക്കാർ കൂട്ടങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ് എൻ്റെ ഭാര്യ പ്രിയ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വിജയത്തിൽ എന്നേക്കാളും കൂടുതൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുടെ കൂട്ടത്തിൽ എൻ്റെ ഭാര്യയും ഉണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അനിയത്തിമാരുണ്ട്, എൻ്റെ അപ്പനുണ്ട്, എൻ്റെ മുത്തശ്ശനുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. സോ കമ്മിങ് ടു ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കഥ ആദ്യമായിട്ട് പറയുന്നത് ഷാഹിയാണ്. ഷാഹി ഇതിൻ്റെ ഒരു സീനാണ് ആദ്യം പറയുന്നത്. ആ ഇൻട്രൊഡക്ഷൻ സീൻ തന്നെയാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്നെ സിനിമയിലൂടെ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തും ഒരു പരിചാരത്തും ഉണ്ട് എന്നുള്ളത് അതിൽ നിന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ആ രീതിയിൽ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ സിനിമയെ സ്നേഹിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ സിനിമ ചെയ്തിട്ടുള്ള കൂട്ടത്തിലുള്ള എൻ്റെ സംവിധായകനായ ജിത്തു ആണെങ്കിലും, ജിത്തു എന്താ പറയുക, ഓർഡിനറി എന്നുള്ള സിനിമയിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പം അങ്ങോട്ടുള്ള ഒരു സിനിമ യാത്രകളുണ്ട്. ഞങ്ങൾ പരസ്പരം ഒരുമിച്ചുള്ള സിനിമകൾ വളരെ കുറവാണെങ്കിലും ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഓഫീസർ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ അതിലെ ഹെൽത്ത് സെന്ററിനെ ഞാൻ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള കഥാപാത്രമായിട്ട് കാണണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹവും വാശിയും ജിത്തുവിനുണ്ടായിരുന്നു എന്നുള്ളത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മാർട്ടിൻ കക്കാത്താണെങ്കിലും രഞ്ജിത്ത് നായരാണെങ്കിലും സിവിൽ ഷായനാണെങ്കിലും ഇത് മാർട്ടിനെയും രഞ്ജിത്തിനെയും ഇത് വളരെ മുമ്പ് തന്നെ അറിയാവുന്ന ആൾക്കാരാണ്, സുഹൃത്തുക്കളാണ്. ഇവരെല്ലാവരും ഈ സിനിമ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും രസിക്കുന്ന ഒരു സിനിമയായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കും. അതിൻ്റെ പുറകെ നടക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയും ചെയ്ത വ്യക്തികളാണ്. പിന്നെ റോബിയെ പറ്റി പറയുമ്പോൾ ശരിക്കും റോബിയുടെ ചേട്ടൻ റോണിയെ പറ്റി പറയണം. റോണിയുമായിട്ടുള്ള സിനിമാ യാത്രകളും സിനിമാ സൗഹൃദവും സിനിമയ്ക്ക് അപ്പുറമുള്ളൊരു സൗഹൃദമായിട്ട് വളരുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പലപ്പോഴും തമാശയ്ക്കാണെങ്കിലും എൻ്റെ വൈഫ് പ്രിയ പറയാറുണ്ട്, എൻ്റെ കസിനാണ് റോണി, അപ്പോൾ ആ റോണിയുടെ അനിയനാണ് റോബി എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലുള്ളൊരു രസകരമായിട്ടുള്ളൊരു വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റോബിയുടെ വളരെ എന്താ പറയുക, ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഇൻപുട്ട് അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ. കാരണം സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ പിന്നെയും ചെന്ന് നിൽക്കുന്ന ഒരു ഛായാഗ്രഹനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ
സ്പെഷ്യൽ മെൻഷൻ ടു റോബി. പിന്നെ ഓഫ് കോഴ്സ് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ഏറ്റവും നല്ല എഡിറ്റർ എന്നുള്ള രീതിയിലേക്ക് മലയാള സിനിമയിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് നൽകിയിട്ടുള്ള സംവിധായകൻ എഡിറ്റർ ചമൻ്റെ ഇൻപുട്ടും അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ജെയ്സ്. കാരണം ഈ സിനിമയുടെ കൂടെ തന്നെ മറ്റു തിരക്കുകളുണ്ടെങ്കിൽ പോലും അത് ഏറ്റവും നല്ല ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് എൻ്റെ മ്യൂസിക് ഡയറക്ടർ ജെയ്സിൻ്റെ ഒരു ശ്രമം വളരെയധികം ഉണ്ടായിരുന്നു. അത് സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന ഒരു കലാകാരന്മാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറുകയും ഒരു സിനിമ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ കഥാപാത്രം എന്നുള്ള രീതിയിലാണ് നോക്കുകയെങ്കിൽ പോലും ഇതുവരെ ഞാൻ ചെയ്യാത്ത തരത്തിലുള്ള കഥാപാത്രം തരികയും അത് എന്നെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ വിശ്വാസമുള്ള ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് ഭാഗ്യം ലഭിച്ച, അതിനു വേണ്ടിയിട്ട് ഒരു അനുഗ്രഹം ലഭിച്ച കിട്ടിയ ഒരു അഭിനേതാവാണ് ഞാൻ. വെരി ബെസ്റ്റ് തിങ് ടു ഹാവ് ഇൻ മൈ ലൈഫ് ടിൽ നൗ. പിന്നെ കൂടെ അഭിനയിച്ചവരുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രിയമണിയോട് ആദ്യമായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. പക്ഷേ ആദ്യമായിട്ട് അഭിനയിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ തോന്നാവുന്ന ഒരു സിങ്ക് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട്. അതൊരിക്കലും ഈവൻ ഫോർ എ സെക്കൻഡ് ആ രീതിയിൽ അങ്ങനെ ഒരു സിങ്ക് ഔട്ട് ഫീൽ ചെയ്തിട്ടില്ല. ആദ്യത്തെ ഷോർട്ട് മുന്നിട്ട് നമ്മൾ ഇന്നായിരുന്നു. സോ താങ്ക്സ് ടു ദ പ്രൊഫഷണലിസം ഓഫ് പ്രിയാമണി. താങ്ക് യു വെരി മച്ച് ഫോർ മേക്കിംഗ് ഓൾ ദിസ് ഹാപ്പൻ ആൻഡ് ഫോർ ബീങ് എ വണ്ടർഫുൾ ആക്ടർ. പിന്നെ എന്നെ പറ്റിക്കിടുകയും ഞാൻ പറ്റിക്കിടുകയും ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. വിശാഖാണെങ്കിലും അല്ലെങ്കിൽ വിഷ്ണു വന്നിട്ടുണ്ടോ? ഇല്ല, വിഷ്ണു ആണെങ്കിലും അമിതാണെങ്കിലും അല്ലെങ്കിൽ റംസാനാണെങ്കിലും ഇളയ ഐശ്വര്യ പോലുള്ള പുതിയ കുട്ടികളാണെങ്കിലും ഇവരെല്ലാവരും എന്താ പറയുക, ഫുൾ ഓണായിരുന്നു. ഒരു സിനിമയെ എങ്ങനെ അതിൻ്റെ ഏറ്റവും നല്ലൊരു പീക്കിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഒരു ടോപ്പ് ഫോമിൽ കൊണ്ടുവരണം എന്ന രീതിയിൽ അതിന് എപ്പോഴും ഓണായിട്ടിരുന്ന ആക്ടേഴ്സ് ആയിരുന്നു. സോ ആ ഒരു വൈബ് തീർച്ചയായിട്ടും ഈ സിനിമയെ ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രെയിലറിൽ അല്ലെങ്കിൽ ഒരു സക്സസ് ടീസറിൽ കണ്ടതാണ്. ഒരു നായകൻ വിജയിക്കണമെങ്കിൽ അതിനോടൊപ്പം തന്നെ വലിപ്പമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആന്റഗണിസ്റ്റ് ടീം വേണം. സോ ഹാറ്റ്സ് ഓഫ് യു ഗൈസ് ഫോർ പുള്ളിങ് ദാറ്റ് ഓഫ് ആൻഡ് മേക്കിംഗ് ദിസ് ഹാപ്പൻ ഫോർ മീ ഓൾസോ. പിന്നെ എന്താ പറയുക, പഴയ ഇമേജിൽ അല്ലെങ്കിൽ പഴയ സിനിമകൾ പോലെ തന്നെ ചാക്കോച്ചന് നിങ്ങളുടെ എന്താ പറയുക ചോക്ലേറ്റ് ചാക്കോച്ചൻ എന്ന രീതിയിൽ കണ്ടു തുടങ്ങിയ കാലം മുതലൊരു വ്യക്തിയുണ്ട്. എന്നെക്കാളും കൂടുതൽ ചെറുപ്പം മനസ്സിലും ശരീരത്തിലും കാഴ്ചയിലും സൂക്ഷിക്കുന്ന ജഗദീഷ് ചേട്ടനോടൊപ്പം എന്താ പറയുക ഒരു 2.0 വേർഷൻ, പുതിയ ജഗദീഷ് എന്ന് പറയുന്ന ഒരു റിഫൈൻഡ് ആക്ടർ അല്ലെങ്കിൽ റീഇൻവെന്റഡ് ആക്ടർ എന്നുള്ള രീതിയിൽ ജഗദീഷ് ചേട്ടനോട് അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ സിനിമ യാത്രയിലും അല്ലെങ്കിൽ എൻ്റെ സിനിമാ ജീവിതയാത്രയിലും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. സോ തീർച്ചയായിട്ടും പറയുന്നില്ല, നമുക്കറിയാം എന്താണ് നമ്മളുടെ ഒരു റാപ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ വാട്ട് വി വാണ്ട് ഫ്രം ഈച്ച് അതർ ആൻഡ് ഡിസേർവ് ഫോർ ഈച്ച് അതർ. സോ താങ്ക് യു ജഗദീഷ് ചേട്ടൻ ആൻഡ് സോ ഹാപ്പി ഫോർ യു ഫോർ സീയിങ് യു ഇൻ സോ മെനി ഡിഫറെന്റ് ഫേസസ് ഇൻ ദ കരിയർ. പിന്നെ ഉണ്ണിലാലു ഉണ്ട്, എൻ്റെ ടീമിലുണ്ടായിരുന്ന ഉണ്ണിലാലു, ഹെന്നബില്ല, ആന്റണി, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വൈശാഖ്, ഒരുപാട് ആക്ടേഴ്സ്. എനിക്ക് എടുത്തു പറഞ്ഞത് ഈ എല്ലാ ആക്ടേഴ്സിൻ്റെയും അവരവരുടേതായ ഇമ്പോർട്ടൻസും അവരവർക്ക് ആ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള അക്സെപ്റ്റൻസും ഓഡിയൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വലിയൊരു ആസ്പെക്റ്റാണ് ഞാൻ. ഒരു സിനിമ വിജയിക്കുമ്പോൾ ഒരു ആക്ടറെ പറ്റി മാത്രം പറയുക, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സൈഡ് മാത്രം പറയുക, അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക്കിനെ പറ്റി മാത്രം പറയുക, എഡിറ്റിങ്ങിനെ പറ്റി മാത്രം പറയുക എന്നതിനപ്പുറം ഇതെല്ലാം ഈ സിനിമയെ പറ്റി നല്ലത് പറയുന്ന കേൾക്കുക എന്നത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ഓഫീസർ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇതിന്റെ സംവേദകർ ഒരാളെ രഞ്ജിത് നായർ സംസാരിച്ച പോലെ എന്തോ ഒരു അനുഗ്രഹം, ഒരു ഭാഗ്യം ഈ സിനിമയുടെ ഒരു കൺസീവ് ചെയ്ത സ്റ്റേജ് മുതൽ അതിൻ്റെ ഷൂട്ടിംഗ്, പ്രീ പ്രൊഡക്ഷൻ സമയത്താണെങ്കിലും ഷൂട്ടിങ്ങിന്റെ സമയത്താണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ സമയങ്ങളാണെങ്കിലും റിലീസിന്റെ സമയങ്ങളാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും അത് തിയേറ്ററിൽ ഓടുമ്പോഴും OTT വന്നതിന് ശേഷമാണെങ്കിലും എല്ലാം ആ അനുഗ്രഹങ്ങളും ആ സിനിമയുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് വല്ലപ്പോഴും നടക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു അനുഗ്രഹവും ഭാഗ്യമാണ്. അത് തന്നെയാണ് ഐ bow before the unknown energy, the Almighty. Thank you for making this happen. നമുക്കറിയാം ജിത്തു എന്ന സംവിധായകന്റെ ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ അദ്ദേഹം തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തിന് ഇടയ്ക്ക് സംഭവിച്ച ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഒരു സിനിമ തുടങ്ങി അത് പിന്നീട് അത് വിട്ടു പോവുക, നടക്കാൻ പോവുക, അതിനുശേഷം വീണ്ടും ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റാർട്ട് ഓഫ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുള്ളിയെ സംശയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം എന്ന് പറയുന്ന ക്രിയേറ്ററിൽ വിശ്വാസമുള്ള ഒരു ടീം കൂടെ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ
അങ്ങനത്തെ ആർജവം ഒരു ഡയറക്ടർ നമ്മുടെ കൂടെ ഉണ്ടായത് ഞങ്ങളുടെയും ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. സോ ഇറ്റ് ഗോസ് ബോത്ത് വേസ്. പിന്നെ മാർട്ടിൻ പ്രക്കാട്ട് എന്ന് പറയുന്ന വ്യക്തി എടുത്തു പറയുന്നതാണ്. മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസും ഇസ് പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ മാർട്ടിൻ്റെ ഒരു ഊർജ്ജവും ഒരു എനർജിയും ഈ സിനിമയിലുടനീളം ഉണ്ടായിരുന്നു. നായാട്ട് എന്നുള്ള സിനിമ എടുക്കുമ്പോഴാണ് ആദ്യമായിട്ട് മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ടൊരു അവസരം ലഭിക്കുന്നത്. അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ് നമുക്കൊരു സാധനം വേണം. ഇപ്പോഴും ഞാൻ ബെസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ വേറെ രീതിയിലുള്ള സിനിമകളൊക്കെയാണ് പുള്ളിയുടെ അടുത്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇതുവരെ എന്നെ കാണാത്ത തരത്തിലുള്ള ഒരു സാഘോഷനെ കാണിക്കണമെന്നുള്ള ആഗ്രഹം എല്ലാവരെയും പോലെ നാട്ടിനുണ്ടായിരുന്നതിൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കാം C.I. ഹരിശങ്കർ എന്നുള്ള കഥാപാത്രമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഇൻപുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ശരിക്കും ആദ്യത്തെ ഒരു സീനിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യത്തെ സീനാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത് പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ ആദ്യമേ തന്നെ ആ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടൊരു സീൻ ആ ഒരു ക്യാരക്ടറിലൂടെ എന്നെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നത് എന്നേക്കാൾ വിശ്വസിച്ചിട്ടുള്ള ഈ ടീമിനോട് ഈ ക്രൂവിനോട് എൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാണ്. താങ്ക് യു വെരി മച്ച് ഓൾ ഓഫ് യു ഗൈസ്. ലവ് യു ഓൾ. അതുപോലെ തന്നെ പ്രേക്ഷക സമൂഹത്തോടും എനിക്കറിയാം ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ലാളനകളും നിങ്ങളുടെ ചെറിയ വഴക്കുകളും എല്ലാ ശകാരങ്ങളും എല്ലാം ലഭിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതെല്ലാം ഒരു നടനെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു നടനെന്നുള്ള രീതിയിൽ വളരാനും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാനും എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും ഇതേപോലെയുള്ള ശകാരങ്ങളും അതിനേക്കാളുപരി സ്നേഹവും പ്രോത്സാഹനങ്ങളും നിങ്ങളുടെ അടുത്ത് നിന്ന് ലഭിക്കുന്ന വിശ്വാസത്തോടുകൂടി ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലെയുള്ള സിനിമകളിലൂടെയും അല്ലെങ്കിൽ ഇതിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളുടെയും സിനിമകളിലൂടെയും ഇതേ ടീമിനോടൊപ്പം തന്നെ ഇതേ ആൾക്കാരോടൊപ്പം തന്നെ വീണ്ടും കാണാത്ത രീതിയിൽ ഇവരോടൊപ്പം വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമയിലെ ഹരിശങ്കർ എന്നുള്ള കഥാപാത്രത്തിന്റെ ഒരു കൾമിനേഷനാണിത്. സിനിമയുടെ ആദ്യത്തെ സീൻ ഓർമ്മയുണ്ടല്ലോ, അത് നിനക്കിട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ സങ്കടം ഞാൻ ആ സീനിൽ തീർത്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രിയ ഇവിടെ ഉണ്ടോ? വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ? വാ കയറി വാ. Come on everyone, please put your hands together for the one and only, the very darling of Bollywood, നമ്മുടെ ഇസഹാക്കിന്റെ സ്വന്തം ചക്കരമ്മ പ്രിയ മാം. കുറച്ച് കയ്യടിയൊക്കെ ആവാട്ടോ. Come on. That pose was full on fully for you. ചേച്ചി ഒരുപാട് സ്വപ്നം കണ്ട ഒരു മൊമെന്റ് ആണ് അതെന്ന് പറഞ്ഞല്ലോ. സോ ഈ ഒരു നിമിഷത്തിൽ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും പങ്കുണ്ട്. സോ പ്ലീസ് ഫ്രം യു. വിദ്യനോടും ഷാഹിയോടും എലിനോടും മാട്ടിനോടും സുചേട്ടനോടും എല്ലാവരോടും ഒരുപാട് ഞാൻ എന്താണ് ആഗ്രഹിച്ച അതിൻ്റെ ഒരുപാട് മോളെ തന്നതിന് ഇങ്ങനൊന്നുമല്ല കേട്ടോ വീട്ടില്. ഒന്നും പറയാനില്ല. ഇല്ല, ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ഭാവി നിങ്ങൾ പറയുന്നോ അച്ഛൻ ഇരിക്കാരനായിട്ട് കണ്ടിട്ട് എന്തോ നീ ഒന്നും പറയില്ല. അച്ഛനെ താങ്ക് യു. താങ്ക് യു സോ മച്ച്. സോ ചേച്ചി യു മേ ടേക്ക് ബാക്ക് ദി സീറ്റ്. താങ്ക് യു വൺസ് അഗൈൻ. ആൻഡ് ചാക്കോച്ച ഇതുവരെ വന്ന സ്ഥിതിക്ക് can you please do honor for us? നമ്മളുടെ ഈ സിനിമ നമ്മളുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച നമ്മൾ ഒരുപാട് തിയേറ്റർ ഓണേഴ്സ് ഉണ്ട്. സോ നമുക്ക് അവരെ കൂടി ഈ ഒരു മൊമെന്റിൽ let us honor them. So can you please do the honor for us? All right? So yes. തിയേറ്റർ ഓണേഴ്സിന്റെ കാര്യത്തിലും പറയണം. കാരണം നമുക്കറിയാം ഒരു നോയമ്പ്